ഞങ്ങൾ സ്കൂൾ തൊട്ട് ഒന്നിച്ച് പഠിച്ച 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. സ്കൂൾ കഴിഞ്ഞ് കോളേജും ഞങ്ങൾ ഒരേ കോളേജിലായിരുന്നു. 2 ഡിപ്പാർട്ട്മെന്റ് ഒരേ കോളേജിലായിരുന്നു. കോളേജും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലാവുന്നത്. ഒരു 3 years റിലേഷൻഷിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണം വരെ എത്തി. അബുവിനെ തന്നെ വേണം എന്ന് വെച്ചത് എനിക്ക് അബുവിനെ കഴിഞ്ഞ 15 വർഷമായിട്ട് അറിയാം. അപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. ഭയങ്കര കൂട്ടായിരുന്നു കോളേജിലും സ്കൂളിലും ഒക്കെ. അങ്ങനെ അത്രയും എനിക്ക് അറിയാവുന്ന ഒരാളെ തന്നെ ലൈഫ് പാർട്ണറായിട്ട് എടുക്കുമ്പം അത് മോശമാവില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അബു മതി എന്ന് ഫൈനലൈസ് ചെയ്തത്. അബു ഒരു ഭയങ്കര ജെന്വിൻ ആളാണ്. ഭയങ്കര ജെന്വിൻ എന്ന് പറഞ്ഞാൽ എന്തും പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് ഭയങ്കര ഓപ്പൺ ആയിട്ട്, ഭയങ്കര ജെന്വിൻ ആയിട്ട്, പിന്നെ ഭയങ്കര കെയറിങ് ആൻഡ് ലവിങ് ആണ്. ലൈക്ക് പിന്നെ എനിക്ക് ഭയങ്കര കോമ്പാറ്റബിൾ ആണ്. ഞാൻ എന്ത് വഴക്കുണ്ടാക്കിയാലും എന്നെ നൈസായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം അവന്. അപ്പയോടും അമ്മയോടും ഞാൻ അബുവിന്റെ കാര്യം പറഞ്ഞപ്പം അവര് ഭയങ്കര ഓക്കെ ആയിരുന്നു. അവർക്കും അബുവിനെ ചെറുപ്പം തൊട്ട് അറിയാവുന്നതിന്റെ ഒരു ഭയങ്കര പോസിറ്റീവ് ഫാക്ടർ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം അബു ആണെങ്കിൽ ഓക്കെ, അബുവിന്റെ പേരൻസ് വിളിക്കട്ടെ, നമുക്കത് നോക്കാം എന്നുള്ളതിലായിരുന്നു. അപ്പം പ്രപ്പോസ് ചെയ്തത് അബു ആയിരുന്നു. അബു ഇതുപോലെ കോളേജും സ്കൂളും എല്ലാം കഴിഞ്ഞ് അബു ജോലിക്കും കയറാറായപ്പോഴത്തേക്കാണ് അബു എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു, കോളേജ് സമയം തൊട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് നിന്നോട് പറയാഞ്ഞതാ, ഇത് എന്താകും എന്നൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് അന്നൊന്നും പറയാഞ്ഞതാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിന്നെ, ഇപ്പം നിന്നോട് പറയണമെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞ് അവനാണ് എൻ്റെ അടുത്ത് ആദ്യം ഒരു 3 വർഷം മുമ്പ് പറഞ്ഞത്. ഒറവക്കൽ ഫാമിലിയുടെ മുത്താണ് നെഹിൽ. ഞങ്ങളുടെ പൊന്നാണ്, ഞങ്ങളുടെ മുത്താണ്, സൂപ്പറാണ്. പാവം പാവം. Every breath holds a moment, everyone a chance to take. You can see it if you close your eyes. We already know the way. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun. It's a winding road of all the places we will go. There's a stirring in the ocean. There's a rhythm in the waves. It's a calling deep within your bones, and it cannot be contained. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun. It's a winding road of all the places we will go. We will go. പൊതുവെ ഒരു പാവമാണ്, പക്ഷേ ഇച്ചിരി വഴക്കാളിയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും എപ്പോഴും ദേഷ്യപ്പെടാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ത് പോയിന്റ് നമ്മൾ എന്ത് സംസാരിച്ചാലും ഇടയ്ക്ക് വഴക്ക് കിട്ടും. എനിക്ക് പിന്നെ സംസാരം കുറച്ച് കൂടുതലായതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരു പോയിന്റ് വരെ ഫുൾ വഴക്കായിരുന്നു. എന്തിനു വേണ്ടി വഴക്കുണ്ടാക്കും അതിനെല്ലാം വഴക്കുണ്ടാക്കുക. പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര കമ്മിയായി. ഇപ്പം ഇങ്ങനെ എല്ലാം പറഞ്ഞ് എല്ലാം ഷെയർ ചെയ്യുന്ന ഭയങ്കര ഒരു സൂപ്പർ ബോട്ടാണ്. നമുക്ക് വേണ്ട അഡ്വൈസുകൾ കറക്റ്റ് സമയത്ത് തരും. പിന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും മൊത്തത്തിൽ ചിന്തിച്ചേ നമുക്ക് തരത്തുള്ളൂ. അല്ലാതെ ആ കറക്റ്റ് ചേച്ചി എന്ത് പറഞ്ഞാൽ അത് വളരെ കറക്റ്റ് ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്ത് ചോദിച്ചാലും കറക്റ്റായിട്ട് ഉത്തരം കിട്ടും.
ये जो तेरे पड़ने लगे हैं कदम आहिस्ता, देखो कैसे शामों के बदले है रंग आहिस्ता, खींचे तेरी सांसें मुझे तेरी ओर आहिस्ता, सौंधी तेरी खुशबू में घुलते हैं हम, बदली सारी रातें ये मेरी जो तेरे वजह से वो सपनों में लेती है रंग, ख्वाहिशों की तितली जोड़ती है आंखों में मेरी, वो देखे मुझे तेरे संग, अब ये मेरी धड़कन भी बोले कि होने लगा है तुम उसका यूं आहिस्ता, कच्ची राहें लेके चले मुझको तेरी तरफ, देखो कैसे आहिस्ता 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 आंखें हैं ज़ाहिर वो करती है मुझसे वफा, मैं उनको चुराऊं या खुद को मैं कर दूं तेरा, है भरने लगे जो थे वो हरे कुछ जख्म, है मंजूर तुझको है फिर क्यों ये खामोशियाँ, अब चलूं जो रेतों की राहों में तेरे कदमों से लगते हैं मेरे कदम, सांसें और लम्हे मेरे अब तो बनते जो सरगम है तेरे लिए ही सनम, अब ये मेरी धड़कन भी बोले कि होने लगी हूँ मैं उसकी हूँ आहिस्ता, कच्ची राहें लेके चले मुझको तेरी तरफ, देखो कैसे आहिस्ता 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 कच्ची राहें लेके चले मुझको तेरी तरफ, देखो कैसे आहिस्ता Down by the water, under the willow, sits a lone ranger minding the willow. He and his wife once lived happily, planted a seed that grew through the reeds. Summers and winters, through snowy Decembers, sat by the water, close to the embers, missing out the lives that they once had before. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last day?
broken, love would return. Spoken inside, too soft to be heard. Summers and winters through snowy Decembers, sat by the water, remembering embers, missing out the lives that they once had before. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last day? Somewhere the timing will all come together. The mishaps will turn into sunny Decembers. The lovers will be able to find their willow. I wouldn't leave you, I would hold you when the last day comes. I wouldn't leave you, I would hold you when the last day comes. What if you need me? Won't you hold me on the last day, our last നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിഷമിക്കണമേ, അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിഷമിക്കണമേ, അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിഷമിക്കണമേ, അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധമാക്കണമേ, രാജ്യം വരണമേ, നിശ്വസത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. കടങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗ രക്ഷണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും ഭർത്താവിനൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഭർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവൻ. ശുദ്ധമുള്ള കന്യമത്വറയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മനസ്സിലാക്കുന്നതിന് രക്ഷണമേ. ആമേൻ. പരിശുദ്ധ സഭയിൽ വിവാഹ കൂദാശ അനുവദിച്ച സത്യമാണ് വളരെ ദുഃഖങ്ങളിലും ദുഷ്കാലങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും വസന്തകളിൽ നിന്നും തീരാരോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വൈശാലികമായ ബന്ധനങ്ങളിൽ എൻ്റെ മക്കളെ സംരക്ഷിക്കുമാറാകണം. തുടർന്ന് നടക്കുന്ന വിവാഹ കൂദാശ ഏറെ അനുഗ്രഹകരമായും മംഗളകരമായും തിരിച്ചറിയിക്കേണ്ടതാണ്. ദിവ്യമായ സാന്നിധ്യം ആ ദിവസാന ശുശ്രൂഷാധികാരം ഉണ്ടായിരിക്കുന്നവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിയും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും സമർപ്പിക്കുകയും ചെയ്യുമാറാകുന്നു. ശുദ്ധമുള്ള നേരമൊക്കെ കാലമൊക്കെ എല്ലാ സമയങ്ങളിലും എൻ്റെ ദൈവത്തോടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ജഗജാതനാം പുത്രൻ്റെ ഉപയോഗം ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധ സംബന്ധിക്കുന്ന മാതാവിൻ്റെ സകല പരിശുദ്ധന്മാരുടെ ശുദ്ധികളുടെ പ്രത്യേക മോർ ഗിയോറീസയുടെ മോർ തോമാസ്ലിഹയുടെ മോർ ഗ്രിഗോറിയസ് തിരുമേയുടെ മോർ ഇഗ്നാത്തോസേലിയാസ്തുതിന്മാവയുടെ ദിവ്യമഹാമധ്യസ്ഥ പ്രാർത്ഥന നാം എല്ലാവരോടുകൂടി ഇന്ന് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ദമ്പതിമാരോടുകൂടി നാം എല്ലാവരോടുകൂടി ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. Strength when I am weak, you are the treasure that I seek. You are my all in all. Seeking you as a precious jewel, Lord, to give up I'd be a fool. You are my all in all.
അവളുണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അവൾ ഒത്തിരി കെയറിങ് ആണ്. എല്ലാ കാര്യത്തിലും അവളിങ്ങനെ എന്നോട് അഭിപ്രായം ചോദിച്ച് ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലാത്തിനും നിൽക്കുന്ന ഒരു മകളാണ്. അബുവിൻ്റെ കാര്യം വന്നപ്പോഴും അവർ നേരെ ഞങ്ങളോടാണ് നേരിട്ട് വന്ന് പറയുകയും അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് വിഷമമാവാതിരിക്കാൻ അവൾ ആവുന്ന ശ്രമിക്കുന്ന ഒരു മകളാണ്. അബുവിനെ എനിക്ക് കുഞ്ഞിലേ മുതലേ അറിയാവുന്നതാണ്. അബു എന്ന് പറഞ്ഞാൽ അവൾ 5ാം ക്ലാസ് മുതൽ ആ സ്കൂളിൽ പഠിക്കുന്നതാണ്. അന്ന് തൊട്ടേ എനിക്ക് അബുവിനെ അറിയാം. പിന്നെ എഞ്ചിനീയറിങ്ങിനും അവർ ഒരുമിച്ചായിരുന്നു. എനിക്ക് അബുവിന് എല്ലാവിധ ആശംസകളും. കല്യാണം കഴിഞ്ഞ് ഒരു സന്തോഷത്തോടെ ജീവിക്കുന്ന കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും. അവർക്ക് ആ സന്തോഷവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കും. You say you'll be down in 5. The smell of your perfume is floating down the stairs. You're fixing up your hair like you do. I know that I'll be a mess the second that I see you. You won't be surprised. It happens every time. It's nothing new. It's always on a night like tonight. I thank God you can read my mind. 'Cause when you look at me with those eyes, I'm speechless, staring at you standing there in that dress. What it's doing to me ain't a secret, 'cause watching you is all that I can do. And I'm speechless. You already know that you're my weakness. After all this time I'm just as nervous every time you walk into the room. I'm speechless. ഞങ്ങളുടെ
സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ നിങ്ങൾ ആനന്ദിക്കുമാറാകണമേ. ഇത് പുത്രപരിശുദ്ധാത്മാവാദീയമേ, അങ്ങയുടെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും അവിടുത്തെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ സ്ത്രീയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. പരസ്പരം സമീപിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംഘടിപ്പിക്കുകയും തന്മൂലമായ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ള
ഐക്യമറ്റുള്ളവരുണ്ടാവുകയും ചെയ്യണമേ. എല്ലാവരും കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താളം വെളിവാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവർക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളൻ തന്റെ സഭയുടെ വിവാഹാവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ ദാസരുടെ മോചനവാഴിന്റെ ഈ സമയത്തും സകലവിധ നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവർക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് അവിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവിയുമായ ദൈവതമ്പുരാനെ, നീ അനശ്വരമായ വെടിപ്പുള്ള മോഹനും അനാദിന്യമായ എല്ലാവിധ കൃതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ എന്റെ വിശ്വാസത്തെ മഹാമനസ്മൃതിയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. എന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനം കൊണ്ട് ദയവോടെ തന്നെ വരയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറും നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ദൈവമായ വർണ്ണിടാവാശിച്ചിരിക്കുന്ന ഈ മോദനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സന്നദ്ധയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോചനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായി മാറ്റി ഞാൻ അസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവിന്റെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാകണമേ. ദൈവമായ കർത്താവേ, യുദ്ധത്തിലും ബലത്തിലും
പങ്കുമായി അവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിധത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാനവന്മാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് കൃത്യരാത്രം ഇടയിടാതെ നിന്റെ പിതാവിനെയും പരിശുദ്ധവുമായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരസ്പര തങ്ങളുടെ മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന സുഹൃത നടപടികളാകുന്ന മന്ദിര പരിപാടി യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്തവയ്ക്കും ഉണ്ടാകുന്നതാകണമേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം സംരക്ഷിക്കുവാൻ ഇവർക്ക് സംഗതി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രമേറ്റുകയും ആരാധനമേ. അവിടുത്തെ കൃപയും കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ആയുഷ്കാലങ്ങൾ നിന്നോടുകൂടി ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അദൃശ്യമായ നിങ്ങളിലേക്ക് നീക്കപ്പെടുകയും പരിശുദ്ധ സ്നേഹിതന്മാരെ
ഇവർ നിന്റെ വിവാദിച്ചതുപോലെ നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരുമായി നീ സ്തുതി കരയുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തം പോലെ പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർ നൽകി പരിഭാഗതയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറെ വെടിപ്പിൻമുദ്ര കൊണ്ട് ഇവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ എന്നോട് ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്ക് യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവം വളർച്ചയ്ക്കൊതുകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും വരുന്ന നീക്കിക്കളയും അന്യോന്യം സ്നേഹിപ്പാനായ സ്നേഹാസ്തി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജീവിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങളുടെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുരഭ്യങ്ങളായ ശൂഷാന പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ഉദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ചു കൊടുക്കാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വശമാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിന്റെ കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങൾ നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാധനകളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെ നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിങ്ങളുടെ സത്യവിശ്വാസത്തിനെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ ചെയ്യുവാനും ഇവരുടെ മക്കളുടെ നിരാശമായി നൽകുവാനും കഴിയണമേ. നിന്റെ വിജയശ്രീമായ മണവാളനെ മണവാട്ടി കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവരെയും ഞങ്ങളെല്ലാവരുടെ മേലിന്റെ കഥാഘോഷിക്കുകയും ചെയ്യണമേ.
നിങ്ങളുടെ ബന്ധുക്കൂട്ടിനെ 30-60 വരട്ടെ, അവിടുന്ന് നൽകുമാറാകട്ടെ. എപ്പോഴും ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. സ്ത്രീകാരം പകരും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളിച്ച് മാറാകട്ടെ. വീട്ടിൽ ശ്രീ റോമി അബ്രഹാമിൻ്റെയും റോമിയുടെയും പുത്രനായ മണവാളനായ അപൂർവോണിയെ അബ്രഹാം അവരുടെ സജീവജീവിതത്തിൻ്റെയും ചിന്തയുടെയും പുത്രിയായിരിക്കുന്ന ലേഖൻ അന്താരാഷ്ട്രീയ വിളിക്കപ്പെടുന്നില്ല. ഇതിൻ്റെ വിവാഹോദാശക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ സംസ്ഥാനങ്ങളിൽ വിവാഹം ദൈവ പദ്ധതിയാണ്. കുടുംബജീവിതത്തിൽ ദൈവികമാണ്. ദൈവത്തോടൊത്ത് കുടുംബമായി ആക്കുവാൻ അവർ നമുക്ക് കൃപ നൽകുകയാണ്. ഒരു വരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോഴാണ് മാതൃകാപരമായ ക്രിസ്ത്യൻ കുടുംബജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അതിന് ഒന്നാമതായി നമുക്ക് വേണ്ടിയത് കുടുംബ പ്രാർത്ഥന. നമ്മുടെ ക്രമമെന്ന് പറയുന്നത് കീഴം വാഴ്വാണ്. ഓർമ്മ വാഴ്ചയുടെ മധ്യം തിരവാഴ്ചയുടെ മധ്യം നാം കാണുന്നത് വിശുദ്ധയാകുന്ന മണവാളും സഭയാകുന്ന മണവാട്ടിയുമായിട്ടുള്ള അഗാധമായ സ്നേഹബന്ധത്തിൻ്റെ രഹസ്യസ്ഫുരണങ്ങളാണ്. 150 കമ്പികളെയും തമ്പുരു വാദ്യത്താൽ അവൾ ഉടയവനെ വാഴ്ത്തി 150 സങ്കീർത്തനങ്ങൾ മണവാളനായ ഉടയവരെ മണവാട്ടിയായ സഭ വാഴ്ത്തും കീർത്തിക്കും സങ്കീർത്തനങ്ങളിലൂടെ. അങ്ങനെ വീണ്ടും നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നടത്താൻ പോകുന്ന നോക്കിയാൽ ഇവർ നിത്യജീവനെ ആക്ഷേപിക്കുന്നവരും പാപ മരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി പ്രാർത്ഥിക്കുന്നവരാണ്. നിത്യജീവൻ ലക്ഷ്യമാക്കി കുടുംബമായി വസിക്കുന്നവരാണ് ക്രിസ്തീയ കുടുംബജീവിതത്തിലുള്ളവർ. അതിനുള്ള വരവും കൃപയുമാണ് ഇവിടെ സ്ഥാപിക്കുക. ദൈവവും ഭർത്താവും ഭാര്യയുമായിട്ടുള്ള അനുഗ്രഹകരമായ ജീവിതമാണ് കുടുംബജീവിതം. അതിൽ ഭർത്താവിനെ പിതാവായും ഭാര്യയെ മാതാവായും അഭിഷേകം ചെയ്ത ദൈവമാണ്. മക്കളുടെ ദൈവദാനമാണ്. ദൈവഭക്തിയുള്ള തലമുറയെ വളർത്തുവാനായിട്ടാണ് ദൈവം ഇവരെയും കുടുംബജീവിതത്തിലേക്ക് സിംഗിൾ എന്ന സ്റ്റാറ്റസ് മാറി മാരീഡ് സ്റ്റാറ്റസിലേക്ക് മാറുമ്പോൾ ദൈവത്തോടൊത്ത് സഞ്ചരിക്കുവാനായിട്ടുള്ള വലിയ കൃപയാണ്. പുസ്തകപ്പെട്ട 16:31 കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ഈ വലിയ കുടുംബവും രക്ഷമാണ്. സഭയുടെ ഭവനത്തിൽ കർത്താവ് എഴുതി വരുമ്പോൾ ഇവൻ അബ്രഹാമിൻ്റെ പുത്രനായതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ഭവനത്തിൻ്റെ രക്ഷ ദൈവത്തിരിക്കുന്നു. വിശ്വാസിനിയായ കുടുംബത്തിലുണ്ടെങ്കിൽ അതുവഴി രക്ഷ അനുഭവിക്കുവാനായിട്ട് കഴിയുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുമെന്ന് യോശുവ കർത്താവിനെ ആരാധിച്ച് യോശുവ പറയുന്നു. അതുകൊണ്ട് ദൈവാരാധന ദൈവത്തിന് പ്രകൃതി അറിയിക്കുന്ന അനുഭവം കുടുംബത്തിലുണ്ടാകുമ്പോൾ കുടുംബത്തിലാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, പട്ടക്കാരുടെ അനുഗ്രഹം, തലമുറകളായിട്ടുള്ള ഓരോ കുടുംബത്തിലെയും ആളുകളുടെ അനുഗ്രഹം, ജീവിച്ചിരിക്കുന്നവരുടെയും ബാധിക്കുന്നവരുടെ അനുഗ്രഹം അത് വസിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബം ദൈവത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇടമായി അവർക്ക് പരിഗണിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ഇവർക്ക് മാതൃപരമായ ക്രിസ്ത്യൻ കുടുംബജീവിതം നയിക്കുവാനായിട്ടുള്ള അപാവരങ്ങളും പ്രാപിക്കുന്ന ശുശ്രൂഷയാണ് അത് പ്രാപിക്കുവാനും അതുവഴി അനുഗ്രഹകരമായ ഒരു ജീവൻ നയിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. വിഷയം ഹാപ്പി മാരീഡ്. ഈ വലിയ ക്രമം വഴിയായി നമ്മുടെ ജീവിതത്തിൽ അനേക തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നേടുവാനും മതപരമായി ജീവിക്കുവാനുള്ള സംഗതിയായിട്ട് അവസാനത്തെ ഉദ്ബോധനം അടുത്ത ക്രമത്തിൽ വിശന്നിരുന്നാലും നമുക്ക് ഭക്ഷണം നൽകണമെന്നാണ്. എന്താണ് അതിൽ ശാരീരികമായ ഭക്ഷണം മാത്രമല്ല, വിശുദ്ധ കുർബാനയാകുന്ന ഭക്ഷണം അത് ആത്മീയ ഭക്ഷണമാണ്. മനസ്സും ശരീരവും ആത്മാവും മനുഷ്യനുമാണ്. വിശുദ്ധ കുർബാനയാകുന്ന ഭക്ഷണം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യത ഇല്ലാത്ത അവസരത്തിലും അവർക്ക് അത് ലഭ്യമാക്കണം. വിശുദ്ധ വചനമാകുന്ന വിരുന്ന്, സ്വർഗീയ വിരുന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും വചനമാകുന്ന ഭക്ഷണം അതിൻ്റെ
ഭാര്യയ്ക്ക് നീ സംബന്ധമാകണം. അതുപോലെ തന്നെ നിനക്ക് വസ്ത്രധാരിത്രി, അതായത് പരിശുദ്ധാത്മാവാകുന്ന വസ്ത്രം നിനക്ക് പലപ്പോഴും ലഭ്യമാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഇവർക്ക് പരിശുദ്ധാത്മാവാകുന്ന വസ്ത്രം ലഭ്യമാക്കണം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ നിലകളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഉദ്ബോധനങ്ങളാണ് ഈ അടുത്ത പ്രവർത്തനം ആണത്. ഈ വന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഇവരുടെ കുടുംബജീവിതത്തിന് എപ്പോഴും ശക്തിയായി നിലകൊള്ളുന്നു. അതിനായിട്ടാണ് ദൈവത്താൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരുമായ ഭവങ്ങളിൽ കൃഷിയിലോ കട്ടിനാരിൻ്റെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. Oh
ഏതൊരു തത്വജ്ഞാനിക്ക് താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവരും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായോ ഇരിക്കുന്നവരും തന്റെ വല്ലവത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്ക് മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും നാദാന്യങ്ങളായി സോടെ കഴിയുന്ന നാളുകൾ മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങയ്ക്ക് യോഗ്യമാകുന്നു. ബഹുൽഹോനയാമോസോ മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളിലൊക്കെ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ തികത്തുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതിവാദത്തിലെന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും അങ്ങയുടെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ചുള്ള സന്നിഹിതരായും നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികൾക്കുവരായിരിക്കാൻ കഴിവർക്ക് സ്വസ്ഥത നൽകണമേ. നിന്റെ സത്യത്തിൽ തന്നെ തിരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പ്രമാണമാക്കുന്നതിലവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗ്ഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാനവർക്ക് കൃപ നൽകണമേ. ആത്മീയതകൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാനവർക്ക് സന്നിധിയാക്കണമേ. കർത്താവേ, നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്നും ദൂരസ്ഥലമായി വർദ്ധിക്കുവാനാകണമേ. അങ്ങയുടെ പരിശുദ്ധരുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാധാരണദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെയും അവിടുത്തെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും അവിടുത്തെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും അങ്ങയുടെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. Oh,
എന്നാൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ മനുഷ്യ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മനുഷ്യനായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. പുരുഷന്മാരെ മനുഷ്യ തന്റെ സഭയെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റൊരുത്തമോ കൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ തേജസ്വിനിയായി സ്വകീയാക്കുവാനുമായിട്ട് സഭയ്ക്കായി വിശ്വാസ പ്രാർത്ഥനയെ സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ അന്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മനുഷ്യസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസസംബന്ധികളും മത്സ്യസംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മനുഷ്യനെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ ഇത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആമീനാഹായ് മാർക്കുമോ ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിയയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീഷ്യന്മാരെടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു,
മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റു വ്യക്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും നടപടി ദോഷം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ടന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ടന്മാരുണ്ട്, മനുഷ്യരായ ഷണ്ടന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ടന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ടന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. മകുടം ഘോഷമേറും മണവാളൻ ശിരസിന്മേ ഹസ്തിയോ ചൂടിക്കും. വൈദിക മകുടം ഘോഷമേറുന്നു മണവാളൻ ശിരസിന്മേ ഹസ്തിയോ ചൂടിക്കും. കർത്താവിനെ നീതികളെ ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സത്യജീവിതനായ ജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മകുടം ഘോഷമേറുന്നു മണവാട്ടി ശിരസിന്മേ ഹസ്തിയോ ചൂടിക്കും.
മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടി ശിരസിന്മേ ഹസിയോ ചൂടിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയമായ വിശുദ്ധമായ യഥാർത്ഥമായ നിങ്ങളുടെ മണവാളത്തിന് മുതലായിട്ട് മശിയാവിന്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അതിനുവേണ്ടി സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വർദ്ധനൊക്കെ വന്നാവസിച്ച് എല്ലാവരും നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. സമാധാനത്തിൽ നിങ്ങളോടുകൂടിയിരുന്ന് വചനം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മനോഹരമായ ദൈവം നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ. നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കേണ്ടുവെന്ന് ദുഃഖങ്ങളെ നീക്കി കളയുകയും ചെയ്യട്ടെ. നിങ്ങൾ സന്തോഷിക്കണമെന്ന് ഉത്തമസ്ഥ നിങ്ങളെ ദൈവാകർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചുപടി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോവിന് മക്കൾക്ക് പോയി നൽകിയാൽ നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയോടെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തവരുടെ അനുഗ്രഹം നിങ്ങളിലും അഭിനന്ദനാൽ നിങ്ങൾ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതാകട്ടെ ഒന്ന് ആവശ്യമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരുന്നാൽ എല്ലാ ജാതികളും സന്തോഷിക്കുന്നവരാകട്ടെ. ഐശ്വര്യം കൊണ്ട് സമ്പാദ്യം കൊണ്ട് സംഗീത സഭാക്കളും ദൈവം നിങ്ങളെ സമ്പന്നാകട്ടെ. ആ ഭാവിയുടെ പോലെ നിങ്ങളുടെ ഭാവന ക്ഷമിക്കുകയും ചെയ്യട്ടെ. അല്ലാത്തകളെ പോലെ നിങ്ങളും സ്വർഗരാജ്യവാസികളെ ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും ഭാവകാലം പ്രാപിക്കുകയും ചെയ്യട്ടെ. നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന പാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനാവലിയിലേക്ക് വന്ന മകനും നിങ്ങളെ നമ്മുടെ സംഘപടിഞ്ഞ് കേൾക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും I
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യം നല്ല കാര്യങ്ങളിൽ ഉത്സാഹകരമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യവും കൂടെ. ഇത് പരിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പണ്ഡിതന്മാർ നമ്മെ വരവേൽപ്പിച്ചിട്ടുള്ളതാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവായ ശിഷ്യൻ സിംഹാസനമായ ജീവമേശയുടെ വിശുദ്ധ ശ്രീകാര്യങ്ങളിൽ വെളുപ്പുള്ള അരിങ്കലിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെ നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കും. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്ത സകലത്തിലുള്ള നിരപരാധിയായി പട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. സർവ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവിശ്വസിഹായുടെ വലുതകി എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ പാപങ്ങളോട് മനുഷ്യനായ ദിവസമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു, മരിച്ചു കിടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും തിരുവാൻ തന്റെ വഴിമോത്തത്തോടെയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്വത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ ഏകകർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും ശ്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകഭായിലും കാതോലികവും സ്ത്രീകവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഗർഭനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഈ വിവാഹോപദേശങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. നിങ്ങളെ നിങ്ങളുടെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും ദൈവമായ കർത്താവ് ശുദ്ധമതിയായ വളർത്തുകയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധമതികളെ പ്രത്യേകാൽ അവൻ പിതാക്കന്മാരായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്നവരെ പിതാവിന്റെയും ഓർമ്മയും സഹതായിന്റെയും മഹാമധ്യസ്ഥ പ്രാർത്ഥനകളാൽ വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ദൈവമായ കർത്താവേ, ഏറ്റവും കുറവുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സിംഹാസനത്തിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാകണമേ. Prayer I saw,
സർവത്തിലേക്ക് ഒരേ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്മതം തരണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കുകയും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നമ്മൾ താങ്കളോടുകൂടി ഈ സ്ത്രീയിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നമ്മൾ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ദൈവം